ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 10,000 നാണയങ്ങൾ കൊടുത്തു വാങ്ങിയ തത്തയെ വ്യാപാരി ഒരു കൂടിനുള്ളിലാക്കി തൻ്റെ വീടിന് മുന്നിൽ തന്നെ തൂക്കിയിട്ടു. പിറ്റേന്ന് തന്നെ അയാൾ തത്തയോട് ചോദിച്ചു, എന്താണ് നിന്റെ പദ്ധതി? എനിക്ക് 1 മാസത്തിനകം ഞാൻ മുടക്കിയ പണത്തിൻ്റെ 10 ഇരട്ടി തുക തിരിച്ചു കിട്ടണം. നീ വാക്ക് പറഞ്ഞതാണ്, അത് വിശ്വസിച്ചാണ് ഞാൻ നിന്നെ വാങ്ങിയത്. അത് കേട്ട് തത്ത പറഞ്ഞു, ഞാൻ എൻ്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു അപൂർവ ഇനം തത്ത നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നാട്ടിൽ പറഞ്ഞു പരത്തൂ. പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് ഞാൻ പരിഹാരം നിർദ്ദേശിക്കാം. അവരുടെ കയ്യിൽ നിന്നും 10 നാണയങ്ങൾ വീതം വാങ്ങുക. 1 മാസത്തിനകം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തുക കിട്ടും. വ്യാപാരിക്ക് തത്ത പറഞ്ഞത് വിശ്വാസം വന്നില്ല. നീ പറയുന്നതൊന്നും നടപ്പുള്ള കാര്യമല്ല, ആര് വിശ്വസിക്കും ഇതൊക്കെ? നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ഉറപ്പായും ഇത് നടക്കും. തത്ത പറഞ്ഞത് കേട്ട് വ്യാപാരി അങ്ങാടിയിൽ പോയി അതുപോലെ പറഞ്ഞു. 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരത്തിനായി ആരും വന്നില്ല. തത്ത നഷ്ടക്കച്ചവടമായി എന്ന് വ്യാപാരിക്ക് തോന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു വൃദ്ധയായ സ്ത്രീ തൻ്റെ മകനോടൊപ്പം അവിടേക്ക് വന്നത്. താൻ ശേഖരിച്ചു വയ്ക്കുന്ന പണത്തിൽ നിന്നും ഒരു നിശ്ചിത തുക കാണാതാവുന്നു. പല വഴികൾ പരീക്ഷിച്ച് നോക്കിയിട്ടും ഫലമില്ല. അവസാന വഴി എന്ന വണ്ണമാണ് തത്തയെ കാണാനായി വന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തത്ത പറഞ്ഞു, അമ്മയ്ക്ക് വയസ്സായി, ഓർമ്മക്കുറവുമുണ്ട്. പണം സൂക്ഷിക്കേണ്ടത് ഇനി പുതിയ തലമുറയിലെ ആളുകളാണ്. അമ്മ ഈ പണപ്പെട്ടി മകനെ ഏൽപ്പിക്കൂ. 10 ദിവസം കഴിഞ്ഞ് വന്ന് എത്ര തുക കുറഞ്ഞു എന്ന വിവരം എന്നോട് പറയണം. തത്ത പറഞ്ഞു. വൃദ്ധ അങ്ങനെ ചെയ്യാമെന്നേറ്റു. 10 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വൃദ്ധ തിരികെ വന്നപ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു. പണം മോഷ്ടിച്ചിരുന്നത് അവരുടെ മകൻ തന്നെയായിരുന്നു. പണപ്പെട്ടി അവനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോടെ അതിന് പരിഹാരമായി. അതിൽ നിന്നും നഷ്ടപ്പെടുന്ന ഓരോ നാണയത്തിനും താൻ ഉത്തരവാദിയായതോടെ പയ്യൻ മോഷണം നിർത്തി. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വഷളാകാതെ തന്നെ തത്ത ആ പ്രശ്നം പരിഹരിച്ചു. അതോടെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തത്ത നാട്ടിൽ പ്രസിദ്ധനായി. നിരവധി ആളുകൾ തത്തയെ തേടിയെത്തി. ഓരോ പരിഹാരത്തിനും വ്യാപാരി 10 നാണയങ്ങൾ വീതം വാങ്ങാൻ തുടങ്ങി. തത്ത പറഞ്ഞതുപോലെ തന്നെ 1 മാസത്തിനകം 10 ഇരട്ടിയിലധികം പണം വ്യാപാരിയുടെ പെട്ടിയിൽ വീണു. ആ നാട്ടിലെ പ്രസിദ്ധയായ ഒരു ദാസിയായിരുന്നു കനകവല്ലി. കാണാൻ സുന്ദരിയായിരുന്നതിനാൽ അവൾക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടായിരുന്നു. അതിനാൽ ക്രമേണ കനകവല്ലിയുടെ ഒരു രാത്രിയുടെ വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി. അവൾ വ്യാപാരിയുടെ ഒരു ബന്ധുവായിരുന്നു. വ്യാപാരി പെട്ടെന്ന് പണം സമ്പാദിച്ചതിൽ കനകവല്ലിക്ക് അസൂയ തോന്നി. തനിക്ക് അതിനേക്കാൾ ഏറെ സമ്പാദിക്കണമെന്ന് അവൾ ചിന്തിച്ചു. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലെടുക്കാൻ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം മുതൽ തൻ്റെ അരികിൽ വരുന്നവരിൽ നിന്നും അവൾ ഇരട്ടി പണം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് അവൾ ഒരു ക്ഷേത്രത്തിൻ്റെ കുളിക്കടവിൽ 2 പേർ സംസാരിക്കുന്നത് കേട്ടത്. ആ കനകവല്ലിയില്ലേ, എന്താ അവളുടെ ഒരു രൂപലാവണ്യം! ഇന്നലെ രാത്രി ഞാൻ അവളെ സ്വപ്നം കണ്ടു. മറക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തൃപ്തി അനുഭവിക്കുന്നത്. ഇത് കനകവല്ലി കേൾക്കാനിടയായി. അതൊരവസരമായി കണ്ടുകൊണ്ട് അവൾ നേരെ അയാളുടെ മുന്നിലേക്ക് ചെന്നു. അത് ശരി, അപ്പോൾ എന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ അല്ലേ? അപ്പോൾ എനിക്ക് അവകാശപ്പെട്ട പണം എവിടെ? എത്രയും പെട്ടെന്ന് 10,000 പൊൻപണം എനിക്ക് തരണം. അല്ല, അതെന്തിനാണ്? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു പോലുമില്ലല്ലോ, നിങ്ങളെ തൊട്ടിട്ടുമില്ല. പിന്നെന്തിനാ ഞാൻ പണം തരുന്നത്? അയാൾ ചോദിച്ചു. അതൊന്നും എനിക്കറിയണ്ട, ഇതെൻ്റെ ജോലിയാണ്. അതിനുള്ള വേതനം എനിക്ക് കിട്ടിയേ മതിയാവൂ. നോക്കൂ സഹോദരി, ഞാൻ ഈ ക്ഷേത്രത്തിലെ ഒരു പാറാവുകാരനാണ്. നിങ്ങൾ പറയുന്നത് പോലെയുള്ള പണം തരാനുള്ള ആസ്തി എനിക്കില്ല. ദയവായി എന്നെ ഉപദ്രവിക്കരുത്, അയാൾ പറഞ്ഞു. കനകവല്ലിക്ക് നാട്ടിലുള്ള സ്വാധീനം അയാൾക്കറിയാമായിരുന്നു. അവളെ പിണക്കിയാൽ തനിക്ക് ആ നാട്ടിൽ ജീവിക്കാൻ പോലും കഴിയില്ല എന്നും അയാൾക്കറിയാം. അതിനാലാണ് അവളെ സമാധാനപരമായി പറഞ്ഞു മനസ്സിലാക്കാൻ അയാൾ ശ്രമിച്ചത്. എന്നാൽ കനകവല്ലി ഒട്ടും സമ്മതിച്ചില്ല. 10,000 പണം കിട്ടാതെ താൻ അവിടെ നിന്നും പോവുകയില്ല എന്ന് അവൾ ശഠിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാനായി പലരും ശ്രമിച്ചു. പക്ഷേ കനകവല്ലി ആർക്കും വഴങ്ങിയില്ല. അവളുടെ വാദം നീതിയല്ല എന്ന് പറയാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. പ്രശ്നം രാജാവിൻ്റെ മുന്നിലുമെത്തി. രാജകൊട്ടാരത്തിലും കനകവല്ലിക്ക് സ്വാധീനമുണ്ടായിരുന്നു. അതിനാൽ പാവം പാറാവുകാരന് അവിടെ നിന്ന് പോലും അനുകൂലമായ വിധി കിട്ടിയില്ല. തമ്പുരാനെ, അടിയനോട് കരുണ കാണിക്കണം. 10,000 പൊൻപണമൊന്നും അടിയൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങ് മാത്രമാണ് ഈ ഉള്ളവർ ശരണം. കനകവല്ലിക്ക് പണം കൊടുക്കാൻ വിധിച്ചാൽ അടിയന് ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല. ഇതിനകം തന്നെ ഈ ഉള്ളവൻ ആവശ്യത്തിലധികം അപമാനം സഹിക്കേണ്ടി വന്നു. വീട്ടിലുള്ളവർ പോലും
ഇപ്പോൾ അടിയനെ ഒരു സ്ത്രീലമ്പടനായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മാത്രം എന്ത് തെറ്റാണ് അടിയൻ ചെയ്തത്? ഒരു സ്വപ്നം കണ്ടതാണോ തെറ്റ്? പാറാവുകാരൻ തൻ്റെ ഭാഗം വ്യക്തമാക്കി. അയാൾ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അയാൾ സ്വപ്നം കണ്ടത് എൻ്റെ ശരീരമാണ്. എൻ്റെ അനുവാദമില്ലാതെ അതിലേക്ക് നോക്കുന്നത് പോലും തെറ്റല്ലേ പ്രഭോ? സ്വപ്നത്തിൽ അയാൾ അനുഭൂതി പോലും നേടി. എനിക്ക് അവകാശപ്പെട്ട പ്രതിഫലമല്ലേ ഞാൻ ചോദിക്കുന്നത്? ഇയാൾ പറയുന്നത് കേട്ടാൽ വാദി പ്രതിയാവുമല്ലോ. ഞാനൊരു സ്ത്രീയല്ലേ പ്രഭോ? അങ്ങയുടെ നാട്ടിൽ സ്ത്രീകൾക്ക് നീതി കിട്ടില്ലേ? കനകവല്ലിയുടെ വാദം കേട്ട് രാജാവ് ആകെ കുഴങ്ങി. അദ്ദേഹത്തിൻ്റെ ഉപദേശകരും ഒരു തീരുമാനം പറഞ്ഞില്ല. കനകവല്ലിയുടെ പ്രതിഫലം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്ത് പ്രശ്നം പരിഹരിക്കാനും പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇതൊരു പതിവാവും. കനകവല്ലി വീണ്ടും മറ്റൊരാളെയും കൊണ്ടുവരും. അപ്പോഴാണ് രാജാവ് വ്യാപാരിയുടെ വീട്ടിലെ തത്തയെപ്പറ്റി ഓർത്തത്. പ്രശ്നം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ തത്തയ്ക്ക് കഴിയുമെന്ന് രാജാവിന് തോന്നി. ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണല്ലോ. പാറാവുകാരൻ പറയുന്നത് ശരിയാണ്. ഒരു സ്വപ്നം കണ്ടതിന് 10,000 പൊൻപണമൊക്കെ കൊടുക്കേണ്ടി വരുന്നത് നീതിയല്ല. പക്ഷെ കനകവല്ലിയുടെ ഭാഗത്തും ന്യായമുണ്ട്. അവൾ സംസാരിക്കുന്നത് അവളുടെ സ്ത്രീത്വത്തെ പറ്റിയാണ്. ഒരു രാജാവ് എന്ന നിലയിൽ നമുക്ക് അവളുടെ വാദവും തള്ളിക്കളയാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ഒരു വിധി പറയാൻ ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അതിബുദ്ധിമാനായ ഒരു തത്ത വന്നിട്ടുണ്ട്. ഇത്തരം കുഴക്കുന്ന പ്രശ്നങ്ങൾക്ക് മനുഷ്യരെക്കാളും നന്നായി ന്യായം പറയാൻ ആ പക്ഷിക്ക് കഴിയുമെന്ന് കേട്ടു. നമുക്ക് ആ പക്ഷിയെ ഒന്ന് പരീക്ഷിക്കാം. ഈ വിഷയത്തിൽ പക്ഷി വിധി പറയട്ടെ. രാജാവ് പറഞ്ഞു. മനുഷ്യരുടെ അടുത്തു നിന്നും തനിക്ക് ഉറപ്പായും നീതി കിട്ടില്ല. കനകവല്ലിയെ പിണക്കാൻ ആരും തയ്യാറാവില്ല. ആ പക്ഷിയെങ്കിലും തനിക്ക് അനുകൂലമായി സംസാരിക്കുമോ എന്ന് നോക്കാമെന്ന ചിന്തയോടെ പാറാവുകാരൻ അത് സമ്മതിച്ചു. വ്യാപാരിയുമായി സംസാരിച്ച രാജാവ് പ്രശ്നപരിഹാരത്തിനായി ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസം വന്നെത്തി. തത്തയുടെ വിധി കേൾക്കാൻ വ്യാപാരിയുടെ വീട്ടുമുറ്റത്ത് ആളുകൾ തടിച്ചുകൂടി. ഒരു സ്വപ്നം കണ്ടതിനാണ് എന്നോട് 10,000 പൊൻപണം ചോദിക്കുന്നത്. ഇത് നീതിയാണോ? നീ തന്നെ പറയൂ, പാറാവുകാരൻ തത്തയോട് ചോദിച്ചു. ഇയാൾ സ്വപ്നം കണ്ടത് എന്നെയാ. എനിക്കതിനുള്ള പ്രതിഫലം കിട്ടിയേ തീരൂ. കനകവല്ലി വാശി പിടിച്ചു. എല്ലാം കേട്ട ശേഷം തത്തയുടെ രൂപത്തിലുള്ള വിക്രമാദിത്യൻ പറഞ്ഞു. കനകവല്ലി പറഞ്ഞതിൽ ന്യായമുണ്ട്. അവർക്കതിനുള്ള പ്രതിഫലം കൊടുത്തേ തീരൂ. അത് കേട്ടതോടെ കനകവല്ലിക്ക് സന്തോഷമായി. അവൾ പുച്ഛത്തോടെ പാറാവുകാരനെ നോക്കി. അയാൾ ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും തത്ത തുടർന്നു. പക്ഷേ ഈ പാവം പാറാവുകാരന് കനകവല്ലിയുടെ പ്രതിഫലം കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. അതിനാൽ അവൾക്കുള്ള പ്രതിഫലം എൻ്റെ യജമാനൻ്റെ കയ്യിൽ നിന്നും വാങ്ങാനുള്ള മനസ്സ് കനകവല്ലി കാണിക്കണം. തത്ത പറഞ്ഞത് കേട്ട് യജമാനനായ വ്യാപാരി ഞെട്ടി. രാജാവും പരിവാരങ്ങളും വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിനാൽ അയാൾ എതിരൊന്നും പറഞ്ഞില്ല. കനകവല്ലിക്കും ആ തീരുമാനം സ്വീകാര്യമായിരുന്നു. എനിക്കെൻ്റെ പ്രതിഫലം കിട്ടിയാൽ മതി. അതിപ്പോൾ വ്യാപാരിയോ രാജാവോ ആര് തന്നാലും ഞാൻ വാങ്ങും. ഇതൊക്കെ നേരത്തെ പരിഹരിക്കപ്പെടേണ്ട വിഷയമായിരുന്നു. ഇവിടെ വരെ എത്തിച്ചതാണ് പ്രശ്നം. കനകവല്ലി ചുറ്റും നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു. തത്ത വ്യാപാരിയോട് ഒരു വലിയ കണ്ണാടിയും 10,000 പൊൻപണവും എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. തത്തയെ നോക്കി പല്ലിറുമിക്കൊണ്ട് വ്യാപാരി അകത്ത് പോയി പറഞ്ഞ സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്നു. കനകവല്ലിയുടെ മുന്നിൽ ആ കണ്ണാടിയും അതിൽ കാണാവുന്ന രീതിയിൽ 10,000 പൊൻപണവും വയ്ക്കാൻ തത്ത പറഞ്ഞു. വ്യാപാരി ദേഷ്യത്തോടെ അത് ചെയ്തു. ഉടനെ തത്ത കനകവല്ലിയെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് അവകാശപ്പെട്ട പ്രതിഫലം എടുത്തുകൊള്ളൂ. കനകവല്ലി ആർത്തിയോടെ 10,000 പൊൻപണം വാരിക്കൂട്ടാൻ തുടങ്ങി. ഒരു നിമിഷം നിൽക്കൂ. തത്ത അവളെ തടഞ്ഞു. നിങ്ങൾക്ക് അവകാശപ്പെട്ട പ്രതിഫലം എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. സ്വപ്നത്തിലെ ജോലിക്ക് കണ്ണാടിയിലെ പണമാണ് പ്രതിഫലം. അത് കേട്ടതോടെ കനകവല്ലിയുടെ മുഖം മാറി. കണ്ണാടിയിലെ പണമോ? അതെങ്ങനെ ഞാൻ എടുക്കും? നീ വെറുതെ ഭ്രാന്ത് പറയാതെ. തത്ത പിന്നീട് ഒന്നും മിണ്ടിയില്ല. ചുറ്റും നിൽക്കുന്നവരിൽ മുറുമുറുപ്പുകൾ ഉയർന്നു. മെല്ലെ അത് അടക്കി പിടിച്ച ചിരികളായി മാറി. തത്ത നീതിപൂർവമായ തീരുമാനം തന്നെയാണ് പറഞ്ഞത് എന്ന് രാജാവിനും അവിടെ കൂടി നിന്നവർക്കും മനസ്സിലായി. പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് രാജാവ് കൽപ്പിച്ചു. രാജാവ് വ്യാപാരിക്ക് കൈനിറയെ സമ്മാനങ്ങൾ കൊടുത്തു. കനകവല്ലിക്ക് താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. എല്ലാത്തിനും കാരണം ഈ നശിച്ച തത്തയാണ്, അവൾ ചിന്തിച്ചു. പല്ലിറുമിക്കൊണ്ട് അവൾ തത്തയെ നോക്കി. നീ നോക്കിക്കോ, ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ നിന്നെ ഞാൻ കൊന്നു തിന്നിരിക്കും. അത് കേട്ടതോടെ തത്തവേഷധാരിയായ വിക്രമാദിത്യൻ പറഞ്ഞു, നീ ഇതുകൊണ്ടൊന്നും പഠിക്കില്ല എന്നെനിക്കറിയാം. നേരെ ചൊവ്വേ നടന്നാൽ നിനക്ക് കൊള്ളാം. ഇനിയും ഈ വിദ്വേഷം തുടർന്നാൽ ഇതിനേക്കാൾ വലിയ അപമാനം നേരിടേണ്ടി വരും. ആ സംഭവത്തിന് ശേഷം തത്തയെ കൊല്ലാനുള്ള വഴി അന്വേഷിച്ച് നടക്കുകയായിരുന്നു കനകവല്ലി. അതിനായി വ്യാപാരിയെ മയക്കിയെടുക്കാൻ അവൾ തീരുമാനിച്ചു. അവളുടെ ഉദ്യമം വളരെ പെട്ടെന്ന് തന്നെ വിജയിക്കുകയും ചെയ്തു. താമസിയാതെ അവളുടെ വീട്ടിലെ നിത്യസന്ദർശകനായി മാറി ആ വ്യാപാരി. ഒരു ദിവസം അയാൾ വന്നപ്പോൾ
സ്നേഹം അഭിനയിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, പറഞ്ഞാൽ അങ്ങ് സാധിച്ചു തരുമോ? അതിനെന്താ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും. ഉടനെ തന്നെ കനകവല്ലി പറഞ്ഞു, എനിക്ക് പക്ഷികളെ വളരെ ഇഷ്ടമാണ്. കുറച്ചുനാൾ നിങ്ങളുടെ വീട്ടിലുള്ള ആ തത്തയെ എനിക്ക് തരുമോ? അയ്യോ പ്രിയേ, അതുമാത്രം ചോദിക്കരുത്. എൻ്റെ ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം ആ തത്തയാണ്. ഒരുപാട് വില കൊടുത്ത് വാങ്ങിയതാണ് അതിനെ. അതവിടെ ഇരുന്നോട്ടെ, വേറെ എന്തെങ്കിലും ചോദിക്കൂ. അത് കേട്ടതോടെ കനകവല്ലി അയാളിൽ നിന്നും അകന്നു മാറി പിണക്കം ഭാവിച്ചു. അവളെ മെരുക്കാൻ വേറെ വഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ വ്യാപാരി പറഞ്ഞു, ശരി, ഒരു തത്തയല്ലേ, അതിനുവേണ്ടി ഇനി പിണങ്ങണ്ട. കുറച്ചുനാൾ നീ നോക്കിക്കോ, പക്ഷെ പെട്ടെന്ന് തന്നെ തിരികെ ഇങ്ങ് തന്നേക്കണം. അതോടെ കനകവല്ലി പുഞ്ചിരിച്ചു. പിറ്റേന്ന് തന്നെ വ്യാപാരി കനകവല്ലിക്ക് തത്തയെ കൊണ്ടുവന്ന് കൊടുത്തു. അതിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇപ്പോഴെങ്ങനെയുണ്ട്? എന്തായിരുന്നു നിന്റെ അഹങ്കാരം? ഇപ്പം മനസ്സിലായില്ലേ? നിന്നെ കൊന്നു തിന്നാൻ എനിക്ക് 1 മാസമൊന്നും വേണ്ട. ആൾക്കൂട്ടത്തിൽ വെച്ച് നീ എന്നെ അപമാനിക്കും അല്ലേ? എന്താ നീ പറഞ്ഞത്? മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ഉണ്ടാവുമെന്ന് അല്ലേ? അതിന് നീ ജീവനോടെ ഉണ്ടായാലല്ലേ? ശരിയാക്കി തരാം. അവൾ ഉടനെ തന്നെ പാചകക്കാരിയെ വിളിപ്പിച്ചു. ഞാനൊന്ന് പുറത്തു പോവുകയാണ്, തിരിച്ചു വരുമ്പോഴേക്കും ഇതിനെ കൊന്ന് കറി ഉണ്ടാക്കി വെക്കണം. അത്രയും പറഞ്ഞിട്ട് കനകവല്ലി സന്തോഷത്തോടെ പുറത്തേക്ക് പോയി. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവുമെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് അദ്ദേഹം ചിന്തിച്ചു.